ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റിലേഷണൽ ഡാറ്റ മോഡൽസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു എന്താണ് ഡാറ്റ മോഡൽ എന്ന് പറഞ്ഞേക്കുന്നത്. എന്തായിരുന്നു ഡാറ്റ മോഡൽ? ഡാറ്റ മോഡൽ ഈസ് എ കളക്ഷൻ ഓഫ് കൺസെപ്ച്വൽ ടൂൾസ് ദാറ്റ് ക്യാൻ ബി യൂസ് ടു ഡിസ്ക്രൈബ് ദ സ്ട്രക്ചർ ഓഫ് എ ഡാറ്റാബേസ്. ഒരു ഡാറ്റാബേസിൻ്റെ സ്ട്രക്ചറിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കുറച്ച് ടൂൾസിൻ്റെ അല്ലെങ്കിൽ ടൂൾസാണ് എന്ത് ഡാറ്റ മോഡൽ എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു ഡാറ്റാബേസിനെ സ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? അത് ഏത് ഡാറ്റ ടൈപ്സ് ആയിരിക്കും, പിന്നെ എന്താണ് അത് തമ്മിലുള്ള ഡിഫറെൻറ്റ് ഡാറ്റ അല്ലെങ്കിൽ ടേബിൾസ് തമ്മിലുള്ള റിലേഷൻസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തായിരിക്കും, അതേപോലെ കൺസ്ട്രെയിൻസ് എന്തെങ്കിലും ഉണ്ടായിരിക്കും. ഇതൊക്കെ നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റ് ഓഫ് ടൂൾസിൻ്റെ കളക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഡാറ്റ മോഡൽ എന്ന് പറയാൻ പറ്റും. നമുക്ക് റെക്കോർഡ് ബേസ്ഡ് മോഡൽസാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറ്. അതിൽ റിലേഷണൽ ഡാറ്റ മോഡൽസ് ഉണ്ടായിരിക്കും, നെറ്റ്വർക്ക് മോഡൽസ് ഉണ്ടായിരിക്കും, ഹയറാർക്കിക്കൽ മോഡൽ. ഈ 3 മോഡൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതല്ലാതെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡാറ്റ മോഡൽസ് ഉണ്ടായിരിക്കും. അങ്ങനെ പല ഡിഫറെൻറ്റ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് റിലേഷണൽ ഡാറ്റ മോഡൽസ് ഉണ്ട്. അങ്ങനെ പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ മോഡൽസ് ഉണ്ട്. നമുക്കിവിടെ പഠിക്കാനുള്ളത് റിലേഷണൽ ഡാറ്റ മോഡൽസും നെറ്റ്വർക്ക് മോഡലും ഹയറാർക്കിക്കൽ മോഡൽസുമാണ് ആണല്ലോ. അപ്പോൾ നമുക്ക് റിലേഷണൽ ഡാറ്റ മോഡൽസിലേക്ക് പോകാം. ഓക്കെ, റിലേഷണൽ ഡാറ്റ മോഡൽ വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ടെഡ് കോഡ്. ടെഡ് കോഡ് ആണ് നമുക്ക് ആദ്യമായി റിലേഷണൽ ഡാറ്റ മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അപ്പം ഈ റിലേഷണൽ ഡാറ്റ മോഡൽ വരുന്നതിന് മുമ്പേ നമുക്ക് ഹയറാർക്കിക്കൽ മോഡൽസും നെറ്റ്വർക്ക് മോഡൽസും ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമുക്ക് റിലേഷണൽ ഡാറ്റ മോഡൽ പഠിക്കാം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റ മോഡൽ. ദ മോഡൽ യൂസസ് ദ കൺസെപ്റ്റ് ഓഫ് മാത്തമാറ്റിക്കൽ റിലേഷൻ. മാത്തമാറ്റിക്കൽ റിലേഷൻ്റെ ഒരു കൺസെപ്റ്റാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതായത് മാത്തമാറ്റിക്കൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ടേബിൾ ഓഫ് വാല്യൂസ്, ഒരു കുറച്ച് ടേബിൾസിൻ്റെ കളക്ഷനാണ് ആക്ച്വലി റിലേഷണൽ ഡാറ്റ മോഡൽ എന്ന്. റിലേഷണൽ ഡാറ്റ മോഡൽ പറഞ്ഞാൽ ഒരു ടേബിൾസിൻ്റെ കളക്ഷനാണ്. ഇവിടെ ടേബിൾ എന്നുള്ള ടേം അല്ല യൂസ് ചെയ്യുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ടേബിൾ വി യൂസ് റിലേഷൻ. ഒരു ടേബിൾ റിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ടേബിൾ തന്നെയായിരിക്കും, വിച്ച് കൺസിസ്റ്റ് ഓഫ് റോസ് ആൻഡ് കോളംസ് ആണല്ലോ. ഓക്കെ, കറണ്ട് പോപ്പുലർ RDBMS റിലേഷണൽ ഡാറ്റ മോഡൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. DB2 പറഞ്ഞിട്ടുള്ള റിലേഷണൽ ഡാറ്റ മോഡലുണ്ട്, നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതേപോലെ ഇൻഫോമിക്സ് ഡൈനാമിക് സെർവർ, IBMൻ്റെ ഇൻഫോമിക്സ് ഡൈനാമിക് സെർവർ എന്നതൊരു എക്സാമ്പിളാണ്. ഒറാക്കിൾ എക്സാമ്പിളാണ്. RDB എക്സാമ്പിളാണ്. സൈബേസ്, SQL സെർവർ, MS ആക്സസ്, ഇതെല്ലാം റിലേഷണൽ ഡാറ്റ മോഡൽസ് ആണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ടേംസ് ഒക്കെ ചിലപ്പോൾ ഒറാക്കിൾ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒറാക്കിളൊക്കെ ആണ് റിലേഷണൽ ഡാറ്റ മോഡലാണ്. അതേപോലെ ഇതെല്ലാം പെയ്ഡ് മോഡൽസ് ആണ്. മീൻസ് നമുക്ക് യൂസ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യണം, അതിന് പർച്ചേസ് ചെയ്യണം. അപ്പോൾ അതല്ലാതെ നമുക്ക് ഓപ്പൺ സോഴ്സ് നമുക്ക് മാർക്കറ്റിൽ നമുക്ക് അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഓപ്പൺ സോഴ്സ് റിലേഷണൽ ഡാറ്റ മോഡൽസ് ഉണ്ട്. അതിന് എക്സാമ്പിൾസാണ് MySQL, PostgreSQL, ഇതെല്ലാം അതിന് എക്സാമ്പിൾസാണ്. ദെൻ റിലേഷണൽ ഡാറ്റ മോഡൽസിലെ കൺസെപ്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം, അല്ലെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന ടേംസ് ടെർമിനോളജീസ് എന്തൊക്കെയാണ്, അതിൻ്റെ മീനിങ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. റിലേഷണൽ ഡാറ്റ മോഡൽ റെപ്രസെൻറ്റ് ഡാറ്റാബേസ് ആസ് എ കളക്ഷൻ ഓഫ് റിലേഷൻസ്. ഇപ്പോൾ റിലേഷണൽ ഡാറ്റ മോഡൽസിലെ ഡാറ്റാബേസ് എന്നാൽ എന്തായിരിക്കും? ഒരു കളക്ഷൻ ഓഫ് റിലേഷൻസ് ആയിരിക്കും. കളക്ഷൻ ഓഫ് റിലേഷൻസ് മീൻസ് കളക്ഷൻ ഓഫ് ടേബിൾസ്. ഇപ്പോൾ ഇവിടെ ടേബിളിന് വരെ നമ്മൾ യൂസ് ചെയ്യുന്ന റിലേഷൻ എന്നാണ്. ഓക്കെ, ഇൻഫോർമലി ഈച്ച് റിലേഷൻ റിസംബിൾസ് എ ടേബിൾ ഓഫ് വാല്യൂസ്. ഞാൻ പറഞ്ഞു റിലേഷൻ എന്തിനാണ്? ഇറ്റ് റിസംബിൾസ് ദ ടേബിൾ ഓഫ് വാല്യൂസ്. ഒരു ടേബിൾ ഓഫ് വാല്യൂസിന് ഈക്വലാണ് എന്താണ് റിലേഷൻ എന്ന് പറഞ്ഞേക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഡാറ്റാബേസ് ഫയൽ ദാറ്റ് ഷോൺ ഇൻ ഫിഗർ 1.2 is similar to basic relational model representation ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് താഴത്ത് കാണുന്ന ഈ ഫിഗറിൽ ഒരു സ്റ്റുഡൻറ്റ് റിലേഷൻ കാണാം, അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് ടേബിൾ കാണാം ആണല്ലോ. അപ്പോൾ ആ സ്റ്റുഡൻറ്റ് ടേബിൾ നോക്കി ഓരോ കോളത്തിനും ഹെഡേഴ്സ് ഉണ്ടായിരിക്കും. അതാണ് അതിൻ്റെ ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ്, സ്റ്റുഡൻസിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയാം. എന്തൊക്കെ ആട്രിബ്യൂട്ട്സ് ഉണ്ട്? സ്റ്റുഡൻറ്റ് എന്നുള്ള റിലേഷന് നെയിം എന്നുള്ള ആട്രിബ്യൂട്ട് ഉണ്ട്, സ്റ്റുഡൻറ്റ് നമ്പർ ഉണ്ട്, ക്ലാസ് ഉണ്ട്, മേജർ ഉണ്ട് ആണല്ലോ. അപ്പോൾ ഇതെല്ലാം ഈ സ്റ്റുഡൻറ്റിൻ്റെ പ്രോപ്പർട്ടീസാണ്, അല്ലെങ്കിൽ അത് സ്റ്റുഡൻറ്റ് ബിലോങ് ചെയ്തേക്കുന്ന പ്രോപ്പർട്ടീസാണ്. അതായത് സ്റ്റുഡൻറ്റിൻ്റെ എന്താ പറയാൻ പറ്റും, ആട്രിബ്യൂട്ട്സ് ആണ്. അപ്പോൾ അതിൽ ഒരു സ്റ്റുഡൻറ്റ് എടുക്കുക, സ്മിത്ത് എന്ന് പറഞ്ഞ സ്റ്റുഡൻറ്റ് എടുക്കുക. അയാളുടെ റോൾ നമ്പർ എന്തായിരിക്കും, അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് നമ്പർ എന്താണ്? 17 ആണ്. അയാൾ
ഫസ്റ്റ് ക്ലാസ്സിലാണ്. മേജർ എന്താണ്? CS ആണ്. അതേ ബ്രൗൺ എന്നുള്ള സ്റ്റുഡൻറ്റ് എടുത്താൽ അയാൾ സ്റ്റുഡൻറ്റ് നമ്പർ 8 ആണ്, ക്ലാസ് സെക്കൻഡാണ്, CS ആണ് ആണല്ലോ. ഒരു റോ എന്ന് പറയുന്നത് ആ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ ആയിരിക്കും അല്ലേ? അതായത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒരു റോ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് കിട്ടും ആണല്ലോ. അതുപോലെ കോഴ്സ്, സെക്ഷൻ, ഗ്രേഡ് റിപ്പോർട്ട്, പ്രീ റിക്വസ്റ്റ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. എല്ലാം എന്താണ്? ഓരോ റിലേഷൻസ് ആയിരിക്കും, ഓരോ ടേബിളും ഓരോ റിലേഷൻസ് ആയിരിക്കും. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ടേംസ് നോക്കാം. റിലേഷൻ, ടപ്പിൾസ്, ആട്രിബ്യൂട്ട്സ്, ഡൊമൈൻസ്, ഇതൊക്കെ എന്താണെന്ന് നോക്കാം. ഒന്ന് റിലേഷൻ നമ്മൾ പറഞ്ഞു എന്താണ്? ടേബിൾ ആയിരിക്കുന്നത്. റിലേഷൻ, വെൻ എ റിലേഷൻ thought of as a table of values, each row in a table represents the collection of related data values. ഓരോ റോയും എന്തായിരിക്കും? ഒരു റിലേറ്റഡ് ഡാറ്റ വാല്യൂസിൻ്റെ കളക്ഷൻ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നേരത്തെ സ്പീക്ക് എന്നുള്ള ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഇൻഫർമേഷനാണ് നമ്മൾ, അല്ല റിലേറ്റഡ് ഇൻഫർമേഷനാണ് നമുക്ക് എന്താണ് ആ ഒരു റോയിലുണ്ടായിരുന്നത്. എ ടേബിൾ നെയിം and column names are used to help interpret the meaning of the values in each row ആണല്ലോ. അപ്പോൾ നമ്മൾ ആ വാല്യൂവിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത്, അതിൻ്റെ എന്താണ് ഓരോ വാല്യൂസ് എന്താണെന്ന് മനസ്സിലാക്കുന്നത് ഓരോ ടേബിളിൻ്റെ ഓരോ കോളത്തിൻ്റെ ഹെഡേഴ്സും അതേപോലെ ആ റിലേഷൻ്റെ അല്ലെങ്കിൽ ടേബിളിൻ്റെ നെയിമും മനസ്സിലാക്കിക്കൊണ്ടാണ്. ഫോർ എക്സാമ്പിൾ, ഓക്കെ, ഇവിടുത്തെ ടേബിളിൻ്റെ നെയിം അല്ലെങ്കിൽ റിലേഷൻ്റെ പേരാണ് എന്ത്? സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ സ്റ്റുഡൻറ്റിന് ഒരുപാട് ആട്രിബ്യൂട്ട്സ് ഉണ്ട് അല്ലെങ്കിൽ കോളം നെയിംസ് ഉണ്ട്. ഏതൊക്കെയാണ്? നെയിം, SSN, ഹോം ഫോൺ അഡ്രസ്സ്, ഓഫീസ് ഫോൺ, ഏജ്, GPA. ഇതെല്ലാം ഈ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ എന്താ പറയുക ഒരു ടേബിളിൻ്റെ റിലേഷൻ്റെ എന്താണ്? ആട്രിബ്യൂട്ട്സ് ആണല്ലോ. അപ്പോൾ ഇതിലൊരു റോ എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് എടുക്കുക, ബെഞ്ചമിൻ ബെയർ. ആ ഒരു സ്റ്റുഡൻറ്റ്, ആ സ്റ്റുഡൻറ്റിൻ്റെ നെയിമാണ് ബെഞ്ചമിൻ ബെയർ. അതിന് അയാളുടെ SSN, സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ, അതായത് നമ്മൾ അതേപോലെ ആധാർ നമ്പർ പോലത്തെ ഉള്ള ഒരു നമ്പർ, സോഷ്യൽ സെക്യൂരിറ്റി നമ്പറാണ് അതിൽ കാണിക്കുക. 305 സ്റ്റാർട്ട് ചെയ്യുന്നത്. ആളുടെ ഫോൺ നമ്പർ നാളിൽ കൊടുത്തിട്ടുണ്ട്, അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്, ഓഫീസ് ഫോൺ കൊടുത്തിട്ടുണ്ട്, ഏജ് കൊടുത്തിട്ടുണ്ട്, GPA കൊടുത്തിട്ടുണ്ട് ആണല്ലോ. അപ്പോൾ നോക്കി, ആ ഒരു സ്റ്റുഡൻറ്റിനുമായി ബന്ധപ്പെട്ടേക്കുന്ന റിലേറ്റഡ് ഇൻഫർമേഷനാണ് അവിടെ സേവ് ചെയ്ത് വെച്ചേക്കുന്നത് ആണല്ലോ. അപ്പോൾ അതിന് ഇൻ്റർപ്രറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തുകൂടി അറിയണം? അതിൻ്റെ കോളം നെയിംസ് അറിയണം. അത് കോളം നെയിംസ് പോലെ അത് ഏത് ടേബിളിൻ്റെ കോളമാണെന്ന് മനസ്സിലാവണം. ഇവിടെ സ്റ്റുഡൻറ്റ് എന്നുള്ള റിലേഷൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ് അല്ലെങ്കിൽ കോളം നെയിംസ് ആണ് നെയിം, SSN, ഫോൺ നമ്പർ, അഡ്രസ്, ഓഫീസ് ഫോൺ, ഏജ്, GPA ആണല്ലോ. അപ്പോൾ നമുക്കൊന്നുകൂടി നോക്കാം. നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്? ടേബിൾ എന്താണെന്ന് പറയും ആണല്ലോ. ഇൻഫോർമൽ റിലേഷണൽ മോഡൽ ടെർമിനോളജി, എ റോ ഈസ് കോൾഡ് എ ടപ്പിൾ. ഓരോ റോനെയും നമ്മൾ പറയുന്നതാണ് ടപ്പിൾ എന്ന് പറഞ്ഞേക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നോക്കി, ഇതാണ് ടപ്പിൾസ് എന്ന് പറഞ്ഞേക്കുന്നത്. അത് കൊടുത്തേക്കുന്നത്. എത്ര ടപ്പിൾസ് ഉണ്ട് ഇവിടെ? 1 2 3 4 5. എത്ര റോസ് ഉണ്ടോ അതാണ് അത്രയും നമ്പർ ഓഫ് ടപ്പിൾസ് ഇവിടെ ഉണ്ട്. ഇവിടെ 5 ടപ്പിൾസ് ഉണ്ട് ആണല്ലോ. ഒരു ടപ്പിളാണ് ഇതാ ബെഞ്ചമിൻ്റെ ടപ്പിൾ. സെക്കൻഡാണ് ചിങ് എന്ന് പറഞ്ഞേക്കുന്ന സ്റ്റുഡൻറ്റ്. ദെൻ തേർഡ് ഡിക്ക്, റോഹൻ, ബെൻസൺ. ഇങ്ങനെ ഒന്ന് നോക്കിയേ, അങ്ങനെ 5 സ്റ്റുഡൻസിൻ്റെ ടപ്പിൾസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഓരോ റോയിനെയും നമ്മൾ നെയിം ചെയ്തേക്കുന്ന ടപ്പിൾ എന്നാണ് നെയിം ചെയ്തേക്കുന്നത്. അതേപോലെ ടേബിളിൻ്റെ നെയിമിനെ നമ്മൾ പറയുന്ന പേരാണ് റിലേഷൻ നെയിം. കോളം നെയിംസിനെ പറയുന്ന പേരാണ് ആട്രിബ്യൂട്ട്സ്. കോളം നെയിംസിനെ പറയുന്ന പേരാണ് ആട്രിബ്യൂട്ട്സ്. ഇവിടെ എത്ര ആട്രിബ്യൂട്ട്സ് ഉണ്ട്? 3 + 7 ആട്രിബ്യൂട്ട്സ് ഉണ്ട്. നോക്കിയേ, സ്റ്റുഡൻറ്റ് എന്നുള്ള റിലേഷൻ എത്ര ആട്രിബ്യൂട്ട്സ് ഉണ്ട്? 7 ആട്രിബ്യൂട്ട്സ് ഉണ്ട് എന്ന് പറയാൻ പറ്റും. അപ്പോൾ നോക്കിയേ, അപ്പം എന്താണ്? റോന് നമ്മൾ പറയുന്ന പേരാണ് ടപ്പിൾ, കോളത്തിന് പറയുന്ന പേരാണ് ആട്രിബ്യൂട്ട്സ്, ആൻഡ് ടേബിളിന് പറയുന്ന പേരാണ് റിലേഷൻ. അപ്പോൾ ഈ 3 ടേം നിങ്ങൾ മറന്നു പോകരുത്. വളരെ സിമ്പിളാണ്, പക്ഷെ അത് ഓർത്ത് വെക്കുക. എന്താണ്? ടേബിളിനെ പറയുന്ന പേരാണ് റിലേഷൻ, റോനെ പറയുന്ന പേരാണ് ടപ്പിൾ, കോളത്തിന് പറയുന്ന പേരാണ് ആട്രിബ്യൂട്ട്, കോളം നെയിംസിന് പറയുന്ന പേരാണ് ആട്രിബ്യൂട്ട്. ഓക്കെ, ഇനി ഡൊമൈൻ എന്താണെന്ന് പഠിക്കണം. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇപ്പോൾ GPA എന്നുള്ളൊരു ഫീൽഡ് എടുക്കുക. ഇവിടുത്തെ GPA എന്നുള്ള ഫീൽഡ്, GPA എന്ന ഫീൽഡ് നിങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും
എന്താണ് ഇവിടെ 3.25 3.95 ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. അതിൽ ചില സമയത്ത് GPA എന്തായിരിക്കും 0 മുതൽ 10 വരെ മാത്രമേ വേരി ചെയ്യുള്ളൂ. അപ്പോൾ ഈ കോളത്തിൽ നിങ്ങൾ 10.1 എന്ന് പറഞ്ഞ ഒരു GPA എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻവാലിഡ് GPA ആണ്. അപ്പോൾ ഇതിൽ ഈ GPA എന്നുള്ള ആട്രിബ്യൂട്ട്സിൽ GPA എന്ന് പറഞ്ഞിരിക്കുന്ന ആട്രിബ്യൂട്ട്സിൽ നമ്മൾ പെർമിറ്റ് ചെയ്യുന്ന വാല്യൂസിൻ്റെ സെറ്റിനെ എന്ന് പറഞ്ഞിരിക്കുന്ന ഡൊമെയിൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വാല്യൂസിൽ ഏതൊക്കെ വരാം? 0 മുതൽ 10 വരെയുള്ള ഏത് വാല്യൂ വേണമെങ്കിൽ വരാം. പക്ഷെ എന്താണ് 0ന് താഴെയുള്ളതോ 0ക്ക് മുകളിലുള്ള 10 എബോവ് ഉള്ള വാല്യൂസ് വരാൻ പറ്റില്ല. അപ്പം ഇതാണ് അതിൻ്റെ ഡൊമെയിൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതേപോലെ തന്നെ ചില കേസിൽ എന്താ പറയും, നെയിം എടുക്കുക. നെയിമിന് ഇതേപോലെ തന്നെ ഡൊമെയിൻ ഉണ്ടായിരിക്കും. നെയിം ഫീൽഡ്. നെയിം ആക്ച്വലി നമുക്കറിയാം നെയിം എന്തായിരിക്കും? ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ്. ഒരു ക്യാരക്ടേഴ്സിൻ്റെ കളക്ഷനാണ് നെയിം എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് കുറേ ടൈപ്പ് ഡാറ്റ ടൈപ്സ് ഉണ്ടായിരിക്കും. അതായത് ക്യാരക്ടർ ഡാറ്റ ടൈപ്സ്, ഇൻറ്റീജർ ഡാറ്റ ടൈപ്സ് എന്ന് പറഞ്ഞേക്കുന്നത്. ഇൻറ്റീജറിന് നമ്പേഴ്സ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്യാരക്ടർ എന്ന് പറഞ്ഞേക്കുന്നത് ഓരോ എന്താ പറയുക ഒരു ആൽഫബറ്റ്സ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ക്യാരക്ടർ അല്ലെങ്കിൽ എന്താവാം, നമ്പേഴ്സ് ആവാം. അപ്പോൾ നമുക്ക് ഇതിൽ പെർമിറ്റ് ചെയ്തേക്കുന്ന നെയിമിൽ പെർമിറ്റ് ചെയ്തേക്കുന്ന സെറ്റ് ഓഫ് വാല്യൂസ് ഏതൊക്കെയാണെന്നുള്ള എന്തായിരിക്കും? ക്യാരക്ടർ ടൈപ്പ് ആയിരിക്കണം. ഇപ്പം GPAയിലാണെങ്കിൽ എന്താണ് 0 മുതൽ 10 വരെയുള്ള വാല്യൂസ് ആവാം. ഇതേപോലെ നമുക്ക് പിന്നെയും ഡൊമൈൻസ് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ഓരോ എന്താ പറയുക ആട്രിബ്യൂട്ടിന് എന്തുണ്ടായിരിക്കും? ഒരു ഡൊമൈൻ ഉണ്ടായിരിക്കും. സെമസ്റ്റർ എന്നുള്ളൊരു ആട്രിബ്യൂട്ട് ഉണ്ടെന്ന് വെച്ചോ, സെമസ്റ്റർ എന്നുള്ള ആട്രിബ്യൂട്ട്. അപ്പം നിങ്ങളെ ഡിഗ്രി കോഴ്സ് ആക്ച്വലി 6 സെമസ്റ്റേഴ്സാണ്. 6 സെമസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും ആണല്ലോ. അപ്പോൾ ആ സെമസ്റ്റേഴ്സിൻ്റെ നമ്പർ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ 1 2 3 4 5 6 വരെ വരാൻ പറ്റും. അല്ലെങ്കിൽ S1 S2 അപ് ടു S6 വരാൻ പറ്റും. സെമസ്റ്റർ 1 സെമസ്റ്റർ 2 ആണല്ലോ. അപ്പോൾ സെമസ്റ്റർ എന്നുള്ളൊരു കോളം സപ്പോസ് ഇതിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് നിങ്ങളെ ഈ സ്റ്റുഡൻറ്റ് ടേബിൾ ആഡ് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഇവിടെ ഞാനിവിടെ സെമസ്റ്റർ എന്ന് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഡൊമൈൻ വാല്യൂസ് എന്തൊക്കെ വരാം? S1 മുതൽ S6 വരെ വരാം. അപ്പോൾ അതാണ് ആ ഒരു എന്താ ആട്രിബ്യൂട്ടിന് പെർമിറ്റ് ചെയ്തേക്കുന്ന സെറ്റ് ഓഫ് വാല്യൂസ്. അപ്പോൾ അതിന് ഞാൻ ഡൊമൈൻ എന്ന് പറഞ്ഞേക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത് ഡൊമൈൻ നമുക്ക് എന്താണ് ഇതേപോലെ ഡാറ്റ ടൈപ്പ് സ്പെസിഫൈ ചെയ്യുന്നതോട് കൂടിയിട്ട് നമുക്ക് ഡൊമൈൻ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ ആട്രിബ്യൂട്ട്സിനും ഡൊമൈൻസ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം നമ്മൾ പറഞ്ഞു എന്താണ് ഒരു ഡാറ്റ മോഡൽ ആണെങ്കിൽ ഡാറ്റ ടൈപ്സ് സ്പെസിഫൈ ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിൻ്റെ ഡൊമൈൻ ആക്ച്വലി നമുക്ക് അപ്പോൾ എന്തായാലും എപ്പോഴും സെറ്റ് ഓഫ് അറ്റോമിക് വാല്യൂസ് ആയിരിക്കും ഡൊമൈൻ എന്ന് പറഞ്ഞേക്കുന്നത്. ഇപ്പം ഈ എക്സാമ്പിളിലൂടെ തന്നെ നമുക്ക് ആ ഡൊമൈൻ എന്താണെന്നുള്ള കൺസെപ്റ്റ് മനസ്സിലായെന്ന് തോന്നുന്നു. ഓക്കെ. എംപ്ലോയി ഏജ്, ഒരു എംപ്ലോയിയുടെ ഏജ് നമുക്ക് എന്തായിരിക്കും? ഒരു സെറ്റ് ഓഫ് പോസിബിൾ വാല്യൂസ് ആയിരിക്കും ആണല്ലോ. ഒരു എംപ്ലോയി എപ്പോഴും എന്താണ് 18 അബോവ് ആയിരിക്കണം. അതേപോലെ 60 ബിലോ ആയിരിക്കണം. അതായത് 60 എബോവ് ആയിട്ടുള്ള ആളെ നമുക്ക് അവിടെ എംപ്ലോയി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ 18 വയസ്സിന് കുറഞ്ഞ ആളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ഒരു എംപ്ലോയി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഇനി റിലേഷൻ സ്കീമ എന്താണെന്നാണ്. റിലേഷൻ സ്കീമ എന്ന് പറഞ്ഞേക്കുന്നത് നമ്മൾ പറഞ്ഞു ദ ഓവറോൾ ഡിസൈൻ ഓഫ് ദി ഡാറ്റാബേസ്, അതാണ് എന്ത് സ്കീമ എന്ന് പറഞ്ഞേക്കുന്നത്. അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് ദി ഡാറ്റാബേസ് ആണ് നമ്മൾ സ്കീമ എന്ന് പറഞ്ഞേക്കുന്നത്. ഓക്കെ. അപ്പോൾ സ്കീമ എന്ന് പറയുന്നത് നമുക്ക് ഒരു റിലേഷൻ ടേബിൾ ഉണ്ടായിരിക്കും, അതിൻ്റെ ആട്രിബ്യൂട്ട്സിന് നെയിം ഉണ്ടായിരിക്കും. അതായത് ഇതാണ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. ഇങ്ങനെ നമുക്ക് റിലേഷൻ സ്കീമ ഇസ് ഡിനോട്ടഡ് ബൈ R എന്നാണ് റിലേഷൻ നെയിം. A1 A2 അപ് ടു AN ആട്രിബ്യൂട്ട്സിൻ്റെ നെയിംസും. ഇതാണ് റിലേഷൻ സ്കീമ എന്ന് പറഞ്ഞേക്കുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ നേരത്തെ എടുത്തേക്കുന്ന സ്റ്റുഡൻറ്റ് റിലേഷൻ സ്കീമ എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു എന്തുണ്ടായിരിക്കും? റിലേഷൻ നെയിം ഉണ്ടായിരിക്കും. എന്നിട്ട് പിന്നെ ഈ സ്റ്റുഡൻറ്റ് എന്നുള്ള റിലേഷൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ് നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ടത്. അതായത് റോൾ നമ്പർ, നെയിം, സെമിസ്റ്റർ അല്ലെങ്കിൽ ക്ലാസ് എന്ന് പറഞ്ഞേക്ക് നമുക്കൊരു സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഉണ്ടായിരിക്കും. അതായത് കോളൻ നെയിംസ് ഉണ്ടായിരിക്കും. അപ്പം ടേബിൾ നെയിം അല്ലെങ്കിൽ റിലേഷൻ നെയിം ഉണ്ടായിരിക്കും, അതിൻ്റെ ആട്രിബ്യൂട്ട് ലിസ്റ്റും ഉണ്ടായിരിക്കും. എന്തിന്? റിലേഷൻ സ്കീമയിലേക്ക്. അപ്പോൾ ഇതിൽ നമ്മൾ വാല്യൂസ് ഒന്നും ഇപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും സ്കീമയിൽ എൻ്റർ ചെയ്യുന്നില്ല.
അതായത് അത് ഇൻസ്റ്റൻസ് ആണ്, അതല്ലെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റ് ആണ്. അപ്പോൾ സ്കിമ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്തുണ്ടായിരിക്കും, ഒരു റിലേഷൻ നെയിം ഉണ്ടായിരിക്കും ഫോളോഡ് ബൈ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ആണല്ലോ. ഇതാണ് റിലേഷൻ സ്കിമ എന്ന് പറഞ്ഞേക്കുന്നത്. റിലേഷൻ സ്കിമ ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് എ റിലേഷൻ. ഒരു റിലേഷൻ എന്താണെന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, റിലേഷൻ സ്കിമ യൂസ് ചെയ്യുന്നത്. റിലേഷൻ സ്കീമ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഒരു റിലേഷൻ എന്താണ്, ഫോർ എക്സാമ്പിൾ സ്റ്റുഡൻറ്റ് റിലേഷൻ, അപ്പോൾ അതിലുള്ള ആട്രിബ്യൂട്ട്സ് എന്താണെന്ന് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു കോഴ്സ് റിലേഷൻ ആണെങ്കിൽ കോഴ്സിൽ ഏതൊക്കെ ആട്രിബ്യൂട്ട്സ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ കോഴ്സിന് ഒരു കോഴ്സ് കോഡ് ഉണ്ടായിരിക്കാം, കോഴ്സിന് നെയിം ഉണ്ടായിരിക്കാം, അതിൽ എന്താ പറയുക എത്ര സെമിസ്റ്റേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടായിരിക്കാം. അപ്പോൾ ഇതേ കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെന്താണ് ഓരോ റിലേഷൻ, ഓരോ ടേബിളിൻ്റെ നെയിമും അതിൻ്റെ ആട്രിബ്യൂട്ടും ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ക്യാൻ യൂസ് റിലേഷൻ സ്കീമ. ഹിയർ ആർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നെയിം ഓഫ് ദി റിലേഷൻ. പിന്നെ ആരിറ്റി എന്ന് പറയാം, അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് എ റിലേഷൻ ഓർ ആരിറ്റി ഓഫ് എ റിലേഷൻ മീൻസ് എന്തായിരിക്കും, നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് ഇൻ ദാറ്റ് റിലേഷൻ. ഒരു റിലേഷനിലുള്ള നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് ഞാൻ എന്ത് പറഞ്ഞേക്കുന്നത്, അതിൻ്റെ ആരിറ്റി എന്ന് പറഞ്ഞേക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഈ കേസ് എടുക്കുക, സ്റ്റുഡൻറ്റ് റിലേഷൻ. ഓക്കെ, സ്റ്റുഡൻറ്റ് എന്നാണ് റിലേഷൻ്റെ പേര്, അതിൽ നെയിം, SSN, ഹോം, ഫോൺ അഡ്രസ്, ഓഫീസ് ഫോൺ, ഏജ്, GPA, ഇത്രയും ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ആരിറ്റി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7 ആണ്. അപ്പോൾ ഇതൊന്നും ഒരുപാട് നിങ്ങൾ എന്താ പറയുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡെപ്തിൽ പഠിക്കണം അറിയാം, എന്നാലും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ആരിറ്റി എന്ന് പറഞ്ഞാൽ ആരിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ ഡിഗ്രി, ഒരു റിലേഷൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ദ നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് പ്രസൻറ്റ് ഇൻ ദാറ്റ് റിലേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആരിറ്റി എന്തായിരിക്കും, 7 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ആണ് റിലേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞേക്കുന്നത്. റിലേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമ്മൾ സ്കീമ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ടേബിളിൻ്റെ സ്ട്രക്ചറായി മാറും ആണല്ലോ. ഇനി അടുത്ത ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ടേബിളിലേക്ക് ഡാറ്റയെ പോപ്പുലേറ്റ് ചെയ്യാമെന്ന്. അതായത് ഇപ്പോൾ സ്റ്റുഡൻറ്റ് ടേബിൾ ആണെങ്കിൽ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാം. അവൻ നോക്കിയേ, നിങ്ങൾ സ്റ്റുഡൻറ്റ്സ് ഓരോന്നും അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ആഡ് ചെയ്ത് പോകും. സപ്പോസ് നമുക്ക് റിലീവ് ചെയ്ത് പോകുന്ന സമയത്ത് അതിന് റിമൂവ് ചെയ്യുകയും ചെയ്യും ആണല്ലോ. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ടൈമിൽ നമുക്ക് ആ റിലേഷനിലുള്ള ടുപ്പിൾസിൻ്റെ കളക്ഷൻസാണ്, കളക്ഷൻസാണ് എന്ത് ആക്ച്വലി അതിൻ്റെ റിലേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞേക്കുന്നത്. ഓക്കെ, നമുക്ക് ഒരു റിലേഷൻ സ്റ്റേറ്റ് ആർ എന്നാണ് പറഞ്ഞേക്കുന്നത്. റിലേഷൻ സ്റ്റേറ്റിനെ സ്മോൾ ലെറ്റർ ആർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്നത്. ഓഫ് ദി റിലേഷൻ സ്കീമ, നമുക്കൊരു സ്കീമ ഉണ്ട്, ആർ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞ സ്കീമയുണ്ട്, അതിന് n നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് ഉണ്ടെന്ന് വയ്ക്കുക. അതായത് സ്റ്റുഡൻറ്റ് റിലേഷൻ സ്കീമ ഉണ്ട്, അതിൽ 7 ആട്രിബ്യൂട്ട്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സ്മോൾ ലെറ്റർ ആർ, അതായത് അതിൻ്റെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ടപ്പിൾസിൻ്റെ കളക്ഷൻ ആയിരിക്കും. അതിൽ എത്ര ടപ്പിൾസ് ഉണ്ടെന്ന് പറഞ്ഞേക്കുന്നത്, ഇപ്പോൾ R = T1 T2 to TM, m നമ്പർ ഓഫ് ടപ്പിൾസ് ഉണ്ടെന്ന് വെച്ചോ. നോക്കി, അതായത് m നമ്പർ ഓഫ് ടപ്പിൾസിൻ്റെ ഒരു കളക്ഷൻ. അതായത് ഞാൻ മുമ്പത്തെ ഒരു കേസ് എടുക്കാം, ഓക്കെ, ഇതൊരു റിലേഷൻ സ്റ്റേറ്റ് ആണത്. സ്റ്റുഡൻറ്റ് എന്നുള്ള റിലേഷൻ്റെ സ്റ്റേറ്റ് ആണ്. എന്താണ് ഇവിടെ നമുക്ക് സ്കീമയല്ല ഡിഫൈൻ ചെയ്തേക്കുന്നത്, അതിൽ ഡാറ്റാസാണ് അല്ലെങ്കിൽ ടപ്പിൾസ് ആണ് അവിടെ കൊടുത്തേക്കുന്നത്. ഇവിടെ 5 സ്റ്റുഡൻസ് ഉണ്ട്. ആ 5 സ്റ്റുഡൻസിൻ്റെ ടപ്പിൾസ് നമുക്ക് ഇവിടെ കാണാം ആണല്ലോ. അപ്പോൾ ഇതാണ് റിലേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞേക്കുന്നത്. ഓർത്തൊക്കെ സ്റ്റേറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് മീൻസ് എന്തായിരിക്കും, ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഒരു T എന്നുള്ള ഒരു ടൈമിൽ നമുക്ക് പ്രസൻ്റ് ആയേക്കുന്ന ടപ്പിൾസിൻ്റെ കളക്ഷനാണ് ആക്ച്വലി അതിന് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ചില കേസിൽ നൾ വാല്യൂസ് നമുക്ക് ടപ്പിൾസിൽ പ്രസൻ്റ് ആവാം. ടപ്പിൾസ് എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ഡാറ്റയുടെ കളക്ഷൻസാണ്. നോക്കിയേ, ഒരു ടപ്പിൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു റോ ആണ്. അതായത് റോ എന്ന് പറഞ്ഞാൽ ആ ഒരു ടേബിളിൻ്റെ റിലേഷൻ അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സിൻ്റെ വാല്യൂസിൻ്റെ കളക്ഷനാണ് അതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് നൾ വാല്യൂ എന്ന് പറഞ്ഞത്? നൾ വാല്യൂ ചില സമയത്ത് നമുക്ക് ചില ആട്രിബ്യൂട്ട്സിന് അങ്ങനെ ഒരു വാല്യൂ ആപ്ലിക്കബിൾ ആവില്ല, അല്ലെങ്കിൽ അൺനോൺ ആയി മാറും. മീൻസ് നമുക്ക് ഇതുവരെ ആ വാല്യൂ എന്താണെന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഇല്ലെങ്കിൽ അങ്ങനെ ഒരു വാല്യൂ ചില സമയത്ത് പ്രസൻ്റ് ആവില്ല. ഫോർ എക്സാമ്പിൾ നോക്കിയേ, ഈ സ്റ്റുഡൻറ്റ് എന്നുള്ള ടേബിളിൽ ഒരു ആട്രിബ്യൂട്ട് നമുക്ക് നോക്കാം. ഏതാണ് ആട്രിബ്യൂട്ട്? ഓഫീസ് ഫോൺ എന്ന് പറഞ്ഞിട്ടൊരു ആട്രിബ്യൂട്ട് ഉണ്ട്, ഓഫീസ് ഫോൺ. ഈ ഓഫീസ് ഫോൺ സ്റ്റുഡൻറ്റ് സപ്പോസ് എല്ലാ സ്റ്റുഡൻസിനും ഓഫീസ് ഫോൺ ഉണ്ടായിരിക്കണം നിർബന്ധമൊന്നുമില്ല. ഹോം ഫോൺ നമ്പർ ഉണ്ടായിരിക്കാം, പക്ഷെ ഓഫീസ് ഫോൺ നമ്പർ ഉണ്ടാവണം നിർബന്ധമില്ല. അപ്പോൾ ആ കേസിൽ
ഒരു പെർട്ടിക്കുലർ സ്റ്റുഡൻറ്റിൻ്റെ കേസിൽ ആ വാല്യൂ എന്താവാം, ആബ്സെൻ്റ് ആവാം. അപ്പോൾ ആബ്സെൻ്റ് ആണെന്ന് നമുക്ക് എന്താ പറയുക, നമ്മൾ അതിൽ വാല്യൂ ആബ്സെൻ്റ് വാല്യൂ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത് നൾ വാല്യൂ എന്നുള്ള വാല്യൂ യൂസ് ചെയ്തുകൊണ്ടാണ്. നൾ വാല്യൂ. അപ്പം നൾ എന്ന് എൻ്റർ ചെയ്ത് കൊടുത്താൽ ദാറ്റ് മീൻസ് ആ വാല്യൂ ചിലപ്പോൾ ആബ്സെൻ്റ് ആവാം, ഇല്ലെങ്കിൽ എന്താണ് നമുക്ക് അറിയാത്തതാവാം. അപ്പം അങ്ങനെയുള്ള അറിയാത്ത വാല്യൂ, ആട്രിബ്യൂട്ട് ദാറ്റ് മേ ബി അൺനോൺ ഓർ മെ നോട്ട് അപ്ലൈ ടു എ ടുപ്പിൾ. ഒന്നുകിൽ അത് അപ്ലൈ അങ്ങനെ ഒരു സംഭവം അതിന് അപ്ലിക്കബിൾ അല്ല, ഇല്ലെങ്കിൽ നമുക്ക് അൺനോൺ ആണ്. ഈ കേസസിലൊക്കെ നമുക്ക് എന്താണ് ഈ നൾ എന്നുള്ള വാല്യൂ യൂസ് ചെയ്യാം. അതൊക്കെയാണ്. ഓക്കെ, താഴെ അതിൽ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത്. We can have several meanings for null value, such as value unknown, value exists but is not available, attribute does not apply. ഇങ്ങനെയൊക്കെ നമുക്ക് എന്താ ഇത് വരാം. അതായത് നമുക്ക് അറിയില്ല, ഫസ്റ്റ് കേസിൽ ആണെങ്കിൽ അത് അറിയില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു വാല്യൂ നമുക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ നമുക്ക് ചില കേസ് നമുക്ക് അറിയാം, പക്ഷെ നമുക്ക് വാല്യൂ എന്താണെന്ന് അറിയില്ല. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു ആധാർ നമ്പർ നമ്മൾ അഡ്മിഷൻ സമയത്ത് എൻ്റർ ചെയ്യണമെന്ന് വെച്ചു. പക്ഷെ അത് എന്താ പറയുക, കമ്പൽസറി ഫീൽഡ് അല്ലെങ്കിൽ അറിയെങ്കിൽ നമ്മൾ എൻ്റർ ചെയ്യും, അറിയില്ലെങ്കിൽ അത് ബ്ലാങ്ക് ആക്കിയിടും, അല്ലേ? അപ്പോൾ ആ കേസിൽ നമുക്ക് എന്താണ്, ആ ബ്ലാങ്ക് ആക്കിയിടുന്നതിന് പകരം നൾ വാല്യൂ ആയിരിക്കും അവിടെ എൻ്റർ ചെയ്യപ്പെടുന്നത്, ആണല്ലോ. അപ്പം ഏതെങ്കിലും ഫീൽഡ് ബ്ലാങ്ക് ആയി വരുന്ന സമയത്ത് അവിടെ നൾ വാല്യൂ ആയിരിക്കും വരുന്നത്. ഓക്കെ. ചില സമയത്ത് ആ വാല്യൂ അപ്ലിക്കബിൾ ആവില്ല. ഫോർ എക്സാമ്പിൾ നോക്കിയേ, ഇവിടുത്തെ കേസിൽ ഓഫീസ് ഫോൺ നമ്പർ സ്റ്റുഡൻറ്റിൻ്റെ കേസിൽ എല്ലാവർക്കും ഉണ്ടാവണം നിർബന്ധമില്ല. അപ്പോൾ ആ കേസിൽ നമ്മളെന്താണ്, നൾ വാല്യൂ ആയിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത്, സേവ് ചെയ്യപ്പെടുന്നത്, ആണല്ലോ. അപ്പോൾ ഈ ഇത് തന്നെ കാണാം, ഓഫീസ് ഫോൺ നമ്പർ ബെഞ്ചമിൻ്റെ കേസിൽ നള്ളാണ്, ചെങ് എന്ന് പറഞ്ഞ ആളെ കേസിൽ നള്ളാണ്, ഡേവിഡ്സൻ്റെ കേസിൽ പ്രസൻ്റാണ്, പഞ്ചലിൻ്റെ കേസിലും പ്രസൻ്റാണ്, ദെൻ ബെൻസിൻ്റെ കേസിൽ ആബ്സെൻ്റ് ആണ്. മീൻസ് നൾ വാല്യൂ ആയിട്ടാണ് അവിടെ സേവ് വെച്ചേക്കുന്നത്. അപ്പോൾ അതാണ് നൾ വാല്യൂവിനെ കൊണ്ടുള്ള അഡ്വാൻറ്റേജ്. നമുക്ക് അറിയാത്ത വാല്യൂസൊക്കെ നള്ളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കീപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത സെഷനിൽ നമുക്ക് കീസിനെ പറ്റി പഠിക്കാം. ഓക്കെ, താങ്ക് യു.